ഇന്ത്യയിലെ തന്നെ ഏറ്റവും കോണ്ടന്റ് ഉള്ള സിനിമകൾ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയാണ് നമ്മൾ. എന്തുകൊണ്ട് മലയാള സിനിമകൾ മറ്റുള്ള സംസ്ഥാനങ്ങൾ കാണുന്നില്ല? ഈ വർഷം ഇതൊക്കെ പൊളിക്കപ്പെട്ടു. പെരുമാനി റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചരിത്രത്തിൽ ഇതിൽ നല്ല സമയം ഉണ്ടാവില്ല. എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, യു ആർ മേക്കിംഗ് ഇറ്റ് കോംപ്ലിക്കേറ്റഡ്. ഞാൻ 4ാം ക്ലാസ്സിൽ നാടകം കളിക്കാൻ തുടങ്ങിയ ആളാണ്. സിനിമയിൽ അഭിനയിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടിയിട്ടാണ്. സോറി, ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. എന്ന് ലേണിംഗ് അവസാനിക്കുന്നു, അന്ന് നമ്മുടെ പണി കഴിഞ്ഞു. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. അൺഫിൽറ്റേർഡിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ മെയ് 10 പെരുമാനി എന്നുള്ള സിനിമ തിയേറ്ററിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലായിട്ട് എൻ്റെ ഫേവറേറ്റ്, നമ്മളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള വിനയ് ചേട്ടൻ, വിനയ് ഫോർട്ട്, വെൽക്കം ടു ദി ഷോ. ഹലോ, സുഖാണോ? അതെ അതല്ല, ഇത്ര നേരം നമ്മൾ കോൺവെർസേഷൻ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഒരു മീറ്റർ മാറി പറഞ്ഞപ്പോൾ ഒരു ഇതാണോ? അതെ, എന്നിട്ട് ആ ക്വസ്റ്റ്യനിങ്ങനെ എപ്പോഴും എനിക്ക് ഡൗട്ടുള്ളതാണ്. ആളുകൾ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയണ്ടേ? അങ്ങനെ ഭയങ്കര സുഖത്തിലൊന്നും അല്ലല്ലോ ഇതിപ്പോൾ. എപ്പോഴും നമ്മളെ എല്ലാ ആളുകളും കുറച്ച് നെഗറ്റീവ് തോട്ടാണ്. എന്നാലും നമ്മളെല്ലാവരും നമ്മളുടേതായ യുദ്ധങ്ങളിലാണല്ലോ. ഡെയിലി ബേസിസിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് വരും, നമ്മളതിനെ ഫേസ് ചെയ്യുന്നു, നമ്മൾ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ പിറ്റേ ദിവസം വേറെ ഒരെണ്ണമായിട്ട് വരുന്നു. ഇതൊരു ഒരിക്കലും അവസാനിക്കാത്ത യുദ്ധമാണല്ലോ ജീവിതം. അതിനെ ഭയങ്കര സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി കാണുക, അതിനെ നേരിടുക എന്ന് പറയുന്ന ആ തോട്ടില് സത്യമാണ്. കാരണം എപ്പോഴും നമ്മളിങ്ങനെ ചിന്തിക്കും, സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ പനി ഉണ്ടെങ്കിൽ പോലും നമ്മൾ സുഖമാണെന്നങ്ങ് പറയുകയും ചെയ്യും, ചിന്തിക്കത്തില്ല അതെ എന്ന് പറയും. കാരണം എന്തിനാ ബാക്കിയുള്ള കഥകളെല്ലാം പറയുന്നതിനേക്കാൾ നല്ല സുഖമാണ്. അതുകൊണ്ട് കേട്ടോ, അതും നല്ല തോട്ടാണ്. അതായത് ഈ പറയുന്ന പോലെ ഇപ്പം ഞാൻ ഭയങ്കര ഒരു സുഖിലോടെന്ന് പറഞ്ഞിട്ട് തന്നെ ലോ ആക്കുന്നതിലും ഭേദം സുഖമാണെന്ന് പറഞ്ഞിട്ട് ഒരു പോസിറ്റീവ് നോട്ടിൽ അത് അവസാനിപ്പിക്കുക എന്നുള്ളതാണല്ലോ. പക്ഷെ ഞാൻ സുഖമാണോ എന്ന് ചെയ്യുന്നത് എൻ്റെ ഒരു ശീലമായി മാറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ ഉണ്ട് സുഖമാണോ എന്ന് ചോദിച്ചതൊരു ഫ്ലോയിൽ അങ്ങ് വന്നു. പിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കോൺവെർസേഷൻ അവിടെ ഐസ് ബ്രേക്ക് ആയി. മനസ്സിലായില്ലേ? അപ്പോൾ പെരുമാനി തിയേറ്ററിലേക്ക് വരാൻ പോവാണ്. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരുമാതിരി ഫാൻറ്റസി കൈൻഡ് ഓഫ് അങ്ങനെയൊക്കെയുള്ളൊരു എനിക്ക് ഫീൽ ചെയ്യുന്നത് എൻ്റെ ഒരു ഒബ്സർവേഷനാണ് പറഞ്ഞത്. കാരണം ആളുകളുടെ ഒരു എനിക്ക് കാലഘട്ടം ഏതാന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നാമത്തെ കാര്യം. പക്ഷേ വേറെ ഏതോ ഒരു കാലഘട്ടമാണ് എന്ന് മനസ്സിലായി. പക്ഷേ ഏതാണ് ഇയറെന്നോ അങ്ങനെയൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ആളുകളുടെ വേഷം, ചേട്ടൻ്റെ മുടിയാണെങ്കിലും പല്ലാണെങ്കിലും അല്ലെ, എന്തൊക്കെയോ കുറച്ച് അധികം ഡീറ്റെയിലിംഗ് ഉണ്ട് ക്യാരക്ടേഴ്സിന്. അപ്പം അതിനെക്കുറിച്ചൊക്കെ എന്തൊക്കെയാണ്? പെരുമാനി അപ്പൻ സംവിധാനം ചെയ്ത മജുവിൻ്റെ 3ാമത്തെ സിനിമയാണ്. പെരുമാനി ഒരു പൂർണ്ണമായിട്ടും ഒരു കമേഴ്ഷ്യൽ സോണിൽ നിൽക്കുന്ന, നമ്മൾ പൊന്മുട്ടയിടുന്ന താറാവ്, പിന്നെ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളൊക്കെ പറയുന്നത് ഒരു ഗ്രാമത്തിന്റെ കഥയല്ലേ. പെരുമാനി എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിന്റെ കഥയാണ് സിനിമ. ഇതൊരു ഫുൾ ആൻഡ് ലൈക്ക് ഒരു ഫുൾ കമേഴ്ഷ്യൽ എന്റർടൈനർ സിനിമ തന്നെയാണ്. പിന്നെ മജുവിൻ്റെ മറ്റു സിനിമകൾ കണ്ടാൽ നമുക്കറിയാം, അതായത് ഇദ്ദേഹം ഒരു ലോകം ക്രിയേറ്റ് ചെയ്യും. അപ്പം അതിൻ്റെ പേരൊരു എക്സ്റ്റൻഷനാണ് പെരുമാനി. അപ്പോൾ പെരുമാനി എന്ന് പറയുന്നൊരു സാങ്കല്പികമായിട്ടുള്ള ഗ്രാമമാണ്. അവിടെയുള്ള സാങ്കല്പിക ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ കുറച്ചും കൂടി കാരിക്കേച്ചർ സ്വഭാവമുള്ള, കുറച്ചും കൂടി കാർട്ടൂണിഷ് ആയിട്ടുള്ള കുറെ മനുഷ്യരും. അതന്നെ, കാർട്ടൂണിഷ്, ഫാന്റസി അല്ല ശരിക്കും പറയേണ്ടത്, കാർട്ടൂൺ കാരിക്കേച്ചർ ഫാന്റസി ഒരു നമുക്ക് എന്തും പറയാം. ഇപ്പൊ ഒരുപാട് ആളുകൾ പറഞ്ഞു ഒരു ബഷീറിയൻ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകൾ വായിക്കുമ്പോഴുള്ള കഥാപാത്രങ്ങള്, ഖസാക്കിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ചെറുകഥകളിലൊക്കെ വായിച്ച പോലത്തെ ഒരുപാട് കഥാപാത്രങ്ങളും അവരുടെ ജീവിതവും അവരുടെ ഗ്രാമവും. പിന്നെ മജു എൻ്റെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ കഴിഞ്ഞ 4-5 വർഷമായിട്ട് വേറൊരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് റെഗുലർ ടച്ചിലുണ്ടായ ആളുകളാണ്. അപ്പോൾ മജുവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എഴുത്തിന് നല്ല ഡെപ്തും ഉണ്ടാവും, അറ്റ് ദ സെയിം ടൈം ഭയങ്കര സിംപ്ലിസിറ്റി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഞാനും ഇപ്പോൾ ഭയങ്കര ഹോപ്പ്ഫുള്ളായിട്ട് ആ സിനിമ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. സിനിമ നമുക്ക് പലപ്പോഴും ഒരു സിനിമ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്, നമ്മളെ എൻ്റയർ ടീം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്ത സിനിമകൾ ഒരു 90% വർക്കായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ എനിക്ക് ഈ സിനിമയിലുണ്ട്. ശരിയാ, നമ്മൾ എന്ത് കാര്യം നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ഒന്നുമില്ലെങ്കിലും കിട്ടും. അങ്ങനെ ഒരു സംഭവമില്ലേ? ആളുകൾ, ചേട്ടൻ അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അതായത് ഇപ്പം ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഉണ്ട് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഭയങ്കര സെൽഫ് സാറ്റിസ്ഫാക്ഷനാണ്. പക്ഷെ ഇത് പുറത്തേക്ക് ആളുകളിലേക്ക് വരുമ്പോൾ എന്നുള്ള തരത്തിൽ നിന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒരു സംവിധായകൻ നമ്മളെ വിശ്വസിച്ച് പുള്ളിയുടെ സിനിമയിൽ അഭിനയിപ്പിക്കുന്നു, ഒരു കഥാപാത്രത്തെ നമ്മളെ ഏൽപ്പിക്കുന്നു. എനിക്കാകെ ചെയ്യാൻ പറ്റുന്നത് ആ കഥാപാത്രത്തോട് 100% നീതി പുലർത്തുക എന്നുള്ള മാത്രമാണ്. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
പിന്നെ ആ സിനിമയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഏതറ്റം വരെ പോവുക, സിനിമ റിലീസാകുമ്പോൾ നന്നായി പ്രൊമോഷൻ ചെയ്യാൻ കൂടെ നിൽക്കുക, അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ സിനിമ റിലീസായി കഴിഞ്ഞാൽ അത് ജനങ്ങളുടെയാണ്. പിന്നെ നമ്മൾ അത് ഗുഡ് ഓർ ബാഡ് നമ്മൾ ഫേസ് ചെയ്യുക എന്നുള്ളതന്നെ. അത് ശരി, അത് നല്ലൊരു കാഴ്ചപ്പാടാണ്. കാരണം നമ്മൾ 100% ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഡ്യൂട്ടി, ബാക്കി ലെറ്റ് ഇറ്റ് കം. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ സിനിമ ഭയങ്കര വിജയമാകുമ്പോൾ സന്തോഷിക്കുകയോ ഭയങ്കര പരാജയമാകുമ്പോൾ ഭയങ്കര കിടന്ന് വാവിട്ട് കരയാറൊന്നുമില്ല. നമ്മളത് ഫേസ് ചെയ്യാന്നല്ല, ഇതിൻ്റെ ഒരു ഭാഗമാണല്ലോ, ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെ. പക്ഷെ അതെങ്ങനെയാണ് ന്യൂട്രലാക്കി വെക്കാൻ പറ്റുന്നത്? അത് എപ്പോഴും ഞാനാണെങ്കിലും ഒരുപാട് ക്യൂരിയസ് ആയിട്ടുള്ള കാര്യം. എല്ലാവരും പറയും നമ്മൾ സന്തോഷം വരുമ്പോൾ ഇത്രയും ചിരിക്കുന്നില്ല, പക്ഷെ സങ്കടം വരുമ്പോൾ നമ്മൾ എന്തിനാ ഇത്രയും കരയുന്നത് എന്നൊക്കെ എല്ലാവരും ഇങ്ങനെ പൊതുവെ പണ്ട് ചാപ്ലിൻ്റെ കോട്ടൊക്കെ എല്ലാവരും പറയത്തില്ല, ഒരു തമാശ കേൾക്കുമ്പോൾ നമ്മൾ റിപ്പീറ്റഡ്ലി ചിരിക്കില്ല, പക്ഷേ ഒരു കാര്യത്തിന് തന്നെ നമ്മൾ റിപ്പീറ്റഡ്ലി കരയും, നമ്മൾ ഒരേ കാര്യം തന്നെ ഓർത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ അത് എങ്ങനെയാണ് ഈ പ്രത്യേകിച്ച് നമ്മൾ ഈ സിനിമ ഇൻഡസ്ട്രി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന ഒരു ഏരിയയാണ്. അത് പബ്ലിക്കിലേക്ക് വരുന്നൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ ആൻസറബിൾ ആയിട്ടുള്ളത് നമ്മുടെ ഫാമിലിയോ നമ്മുടെ സെൽഫിനോടോ മാത്രമല്ല, ഇത് കാണുന്ന ഓഡിയൻസിനോടുണ്ട്. അപ്പം നമ്മുടെ സക്സസ് ആണെങ്കിലും ഫെയിലിയർ ആണെങ്കിലും ഒരുപാട് ആളുകളുമായിട്ട് ഇങ്ങനെ ഒരു ലൂപ്പ് പോലെയല്ലേ കിടക്കുന്നത്. ഞാൻ അത്രയൊന്നും ആലോചിക്കാറില്ല. ഞാൻ കുറേ ആലോചിക്കാറുണ്ട്. അത് ഭയങ്കര പ്രശ്നമാണ്. സത്യമാണ്. നമ്മളെ ലൈഫ് ഭയങ്കര സിമ്പിളാണ്. അപ്പം നമ്മളതിനെ ഭയങ്കര സിമ്പിളായിട്ട് കാണുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത സെക്കൻഡിൽ എന്ത് പറ്റുമെന്ന് അറിഞ്ഞുകൂടാണ്ട് അങ്ങനത്തെ മനുഷ്യരാണ്. പക്ഷെ നമ്മൾ ഫ്യൂച്ചറിനെയൊക്കെ ഫോർകാസ്റ്റ് ചെയ്ത് ഇതൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഞാൻ ആ മൊമെന്റിൽ ജീവിക്കാനുള്ള ശ്രമം നടത്തുക എന്ന് പറയുന്നത്, ആകെ സത്യം എന്ന് പറയുന്ന ഒരേ ഒരു കാര്യം ഈ നിമിഷമാണ്. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഇന്ന് സംസാരിക്കുന്ന ഈ നിമിഷം, അതിൻ്റെ അടുത്ത നിമിഷത്തിനെ കുറിച്ച് നമുക്കൊന്നും പറഞ്ഞുകൂടാ. അപ്പം നമ്മൾ ഒരുപാട് ആലോചിക്കൊന്നും വേണ്ട. ഞാൻ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് പ്രോസസ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. സിനിമ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സിനിമ ഷൂട്ട് ചെയ്യുന്ന ദിവസങ്ങളുണ്ടല്ലോ, നമ്മൾ ആരുടെ കൂടെ വർക്ക് ചെയ്യുന്നു, ആരുടെ കൂടെ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. സിനിമയുടെ ഔട്ട് നമുക്ക് പലപ്പോഴും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമ്മൾ ജീവിതത്തിൽ നമ്മുടെ ഓരോ സെക്കൻഡും വാല്യൂബിളാണ്. അപ്പം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് വേറൊരാളെന്നെ കുറിച്ച് എന്തോ ആലോചിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഈ സമൂഹത്തോട് ഉത്തരം പറയേണ്ട ആളാണെന്നൊന്നുമില്ല. ഞാനൊരു നടൻ മാത്രമാണ്. ഇപ്പോൾ അപർണ ഒരു ഇൻ്റർവ്യൂവറാണ്, മനസ്സിലായി, അത് മാത്രമാണ്. നമ്മൾ അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഞാൻ പിന്നെ എല്ലായിടത്തും പറയുന്നത് ലൈഫ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലൈഫാണ് ഏറ്റവും പരമോന്നതമായിട്ടുള്ളത്. ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് മുഴുവൻ ചെയ്യുന്നത്. അപ്പോൾ അതിനങ്ങനെ എടുത്താൽ മതി, സിമ്പിളായിട്ട് എടുത്താൽ മതി. ഞാനൊരു ഓവർ തിങ്കറാണ്. ഞാൻ ഇത്ര കോംപ്ലിക്കേറ്റഡ്, ഞാൻ ചോദ്യം ചോദിക്കുമ്പോഴും എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അപർണ യു ആർ മേക്കിംഗ് ഇറ്റ് കോംപ്ലിക്കേറ്റഡ്. അത് കാണുന്നവർ പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഞാൻ ആ തലത്തിൽ ഇങ്ങനെ ചിന്തിച്ച് കാട് കയറിപ്പോ, ചോദിക്കുന്ന വഴിയും ഞാൻ ചിന്തിക്കും. പക്ഷെ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ ആ നിമിഷത്തിൽ നിന്ന് ഞാൻ ചിലപ്പോൾ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ സിമ്പിളായി പോയേനെ. പക്ഷേ ഈ സിംപ്ലിസിറ്റി, മജുവിൻ്റെ കാര്യം പറയും. മജുവിനെ ഞാൻ ഗംഭീര റൈറ്ററാണെന്ന് പറയുന്നത് ഭയങ്കര ആഴമുള്ള തിരക്കഥ വളരെ ലളിതമായിട്ട് അവതരിപ്പിക്കാനുള്ള കഴിവുണ്ടാവും. ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ എന്തുകൊണ്ട് ലെജൻഡറി ആയിട്ടുള്ള റൈറ്ററാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസം വായിച്ച എത്ര പേരുണ്ടാവും. അതിൻ്റെ ഒരു ലക്ഷം ഇരട്ടി ആളുകൾ വൈക്കം മുഹമ്മദ് ബഷീർ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലാളിത്യമാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഭയങ്കര സിമ്പിളായിട്ട് എടുത്താൽ മതി കാര്യങ്ങൾ. ഇപ്പോൾ ഈ സിനിമ എടുത്തു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പെരുമാനി എന്ന് പറഞ്ഞ നാടിൻ്റെ കഥ പറയുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മലയാള ഇൻഡസ്ട്രി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും നോക്കിക്കാണുന്ന ഒരു ഇൻഡസ്ട്രിയാണ്, നമ്മൾ ഉൾപ്പെടെ, മലയാളീസ് ഉൾപ്പെടെ. ഇപ്പോൾ ചേട്ടൻ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു കേട്ടായിരുന്നു, മറ്റേ പാകിസ്ഥാനി ആക്ട്രസ് വരെ ഇരുന്ന് നമ്മളുടെ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലം ആണ് ഈ പോസ്റ്റ് കോവിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സിനിമകളെയൊക്കെ ഇപ്പോൾ കുമ്പളങ്ങി നൈറ്റ്സ് പോലുള്ള സിനിമകളാണെങ്കിലും ഈ ചെറിയൊരു ഏരിയയിൽ നിന്ന് പെർഫോം ചെയ്യുന്ന കഥകളും കാര്യങ്ങളിലോടും ക്യൂരിയോസിറ്റി കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നാടിനെ കുറിച്ച് അറിയാനും വ്യത്യസ്ത തലത്തിലുള്ള കഥകളെയും ആളുകളെയും കഥാപാത്രങ്ങളെയും അറിയാൻ ആളുകൾക്ക് ക്യൂരിയോസിറ്റി കൂടുതലാണ്. കാരണം ഇപ്പം സാധാരണ ഒരു ആക്ഷൻ പടം എല്ലാ നാട്ടിലും നടക്കുന്നതാണല്ലോ ഈ ആക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ചില ഏരിയാസൊക്കെ വരുമ്പോൾ, കമ്മ്യൂണിറ്റി മാറുമ്പോൾ, അല്ലെങ്കിൽ ക്യാരക്ടറിൻ്റെ പ്രസൻറ്റേഷൻ മാറുമ്പോൾ ആളുകളുടെ ക്യൂരിയോസിറ്റി കൂടും. അപ്പോൾ അങ്ങനെ ഒരു സ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ പെരുമാനി എങ്ങനെയാണ് ഡിഫറെൻ്റ് ആവുന്നത്? എത്രത്തോളം ഒരു സ്കോപ്പ് ഉണ്ട് അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി നോക്കിക്കാണലിലേക്ക്? എല്ലാ കാലത്തും ഇപ്പോൾ അപർണ പറഞ്ഞ പരിപാടി എല്ലാ സിനിമകളിലും ഉണ്ട്. അപർണ ഈ പറഞ്ഞ പരിപാടി എല്ലാ ഇൻഡസ്ട്രിയിലും എല്ലാത്തിലും ഉണ്ട്. പക്ഷെ മലയാളം എന്ന് പറയുന്നത്, ഞാൻ ഒരു മലയാളി എന്നുള്ള തരത്തിൽ
ഇപ്പോൾ മറ്റുള്ളവർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അത്യാവശ്യം അഹങ്കരിക്കുന്ന ഒരാളാണ്. കാര്യം നമ്മളിപ്പോൾ ഞാൻ 15 വർഷം സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ അതിന് മുമ്പ് ഞാൻ 4ാം ക്ലാസ്സിൽ നാടകം കളിക്കാൻ തുടങ്ങിയ ആളാണ്. അതെ, അപ്പോൾ ഒരു 5 വർഷം നേരത്തെ നമ്മൾ പറഞ്ഞ ആട്ടത്തിലെ ചേട്ടന്മാരൊക്കെ ആയിട്ട് ഞങ്ങളൊരു 6-7 വർഷം ശരിക്ക് അർമാദിച്ചിട്ടുണ്ട് നാടകം കളിച്ച്. ഇന്ത്യയുടെ പുറത്ത് പല സ്ഥലങ്ങളിലും പോകാനുള്ള ഭാഗ്യമൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ ഒരു ഫ്രീഡം ഓഫ് സ്പീച്ചില്ല, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, അത് ഇത്ര ഫ്രീഡം ഉള്ളൊരു വേറെ സംസ്ഥാനം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സത്യം. അപ്പോൾ പിന്നെ ആ ഒരു സെൻസിബിലിറ്റി ഈ നമ്മളുടെ ആർട്ടിലും ലിറ്ററേച്ചറിലും എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ നമ്മുടെ മലയാള സിനിമ അറിയപ്പെടുന്ന ഇന്ത്യയിൽ ഏറ്റവും കോണ്ടന്റ് ഡ്രിവൻ ആയിട്ടുള്ള സിനിമകളുടെ പേരിലാണ്. നമ്മൾ ഇപ്പോൾ പാശ്ചാത്യ ഏതെങ്കിലും ഇംഗ്ലീഷ് പടം കണ്ടിട്ട് അതിൻ്റെ റീമേക്ക് പോലെ ഹൈ സ്പീഡിൽ ആളുകൾ നടത്തുക, അടിക്കുക എന്ന് പറഞ്ഞാൽ അത്തരം സിനിമകൾ ആവശ്യമാണ്. ഈ ഒരു തരം സിനിമകൾ മാത്രം വേണമെന്നോ അല്ലെങ്കിൽ കോണ്ടന്റ് ഡ്രിവൻ സിനിമകൾ മാത്രം വേണമെന്ന് പറയുന്നില്ല. എന്നിരുന്നാലും നമ്മുടെ മലയാള സിനിമ ഇന്ത്യയിലോ ലോക ഒരു സിനിമ ചരിത്രത്തിലോ അറിയപ്പെടുന്നതിൻ്റെ കോണ്ടന്റ് ഡ്രിവൻ പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ പെരുമാനി എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ആബ്സല്യൂട്ട്ലി തിയേറ്ററിന് വേണ്ടി എടുത്ത സിനിമയാണ്. ഇതിൻ്റെ ഒരു സ്ക്രാച്ച് മുതൽ തിയേറ്ററിക്കൽ സിനിമയാണ്. മജുവിൻ്റെ ഷോർട്ട് ഡിവിഷൻ ചെയ്തതും ഇതിൻ്റെ ഫ്രെയിം വെച്ചതും ഇതിൻ്റെ എല്ലാം ഈ പറയുന്ന പോലെ ഇതൊരു തിയേറ്ററിക്കൽ വാച്ച് തന്നെയാണ്. അറ്റ് ദ സെയിം ടൈം ഭയങ്കര ആഴമുള്ള സിനിമയാണ്, ഭയങ്കര കോണ്ടന്റ് ഡ്രിവൻ ആയിട്ടുള്ള ഒരു പുതിയ തരം സിനിമയാണ്. നമുക്ക് കാണുമ്പോൾ നമ്മൾ സ്ഥിരം കണ്ടുമടുത്ത സിനിമകളുടെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റില്ല. ഒരു പുതിയ ലോകവും പുതിയ തരം മനുഷ്യരും. ഈ മജുവിൻ്റെ എഴുത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം ഒരു ലോകം ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ പെരുമാനി എന്ന് പറഞ്ഞ ഗ്രാമം, അവിടുത്തെ മനുഷ്യരുടെ വസ്ത്രധാരണ രീതികൾ, അവരുടെ രൂപം, അവരുടെ മീശ, അവരുടെ മ്യൂസിക്, അവരുടെ ഫുഡ് കൾച്ചർ, ഈവൻ പറയുന്ന പോലെ ഒരു കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിലിങ്. ഇപ്പോൾ ഒരു പൂച്ച, ആടോ, കാക്കയോ എല്ലാം വരുമ്പോൾ അതിനൊരു റീസൺ ഉണ്ട്. അപ്പോൾ പെരുമാനി എന്ന് പറഞ്ഞ സിനിമ ഒരു കമേഴ്ഷ്യൽ എൻ്റർടൈനറാണ്, അറ്റ് ദ സെയിം ടൈം ഭയങ്കര കോണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ മലയാള സിനിമ ഒരു ലോക സിനിമ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സിനിമയിൽ അറിയപ്പെടുന്ന കോണ്ടന്റ് ഡ്രിവൻ ആയിട്ടുള്ള, ഇന്ത്യയിലെ തന്നെ ഏറ്റവും കോണ്ടന്റ് ഉള്ള സിനിമകൾ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയാണ് നമ്മൾ. അപ്പോൾ അതിലൊരു പാർട്ടാണ് പെരുമാനി. തീർച്ചയായിട്ടും അതിലൊരു അഡീഷൻ ആവട്ടെ. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കടന്നു പോകുന്ന ഒരു സമയമുണ്ടല്ലോ, മലയാള സിനിമയുടെ ഒരു ഗോൾഡൻ ഇയർ ആണിത്. നമുക്കെപ്പോഴും ഇപ്പോൾ ഒരു മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള തരത്തിൽ എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്ന ഒരു കൺസേൺ ആണ്, എന്തുകൊണ്ടും മലയാള സിനിമ ഇവിടെ തമിഴ്നാട്ടുകാരൻ വന്നിട്ട് തമിഴ് സിനിമ 25% നമ്മുടെ പ്രോഫിറ്റ് കൊണ്ടുപോകും ഒരു വർഷം. തെലുങ്ക് സിനിമകൾ ഇവിടെ ഓടുന്നു, എന്തുകൊണ്ട് മലയാള സിനിമകൾ മറ്റുള്ള സംസ്ഥാനങ്ങൾ കാണുന്നില്ല? ഇതൊരുപാട് നാളുകളായിട്ട് നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കുന്ന ആളായതുകൊണ്ട് ഈ വർഷം ഇതൊക്കെ പൊളിക്കപ്പെട്ടു. അതായത് ഹൈദരാബാദ് പോയിട്ട് കോടിക്കണക്കിന് രൂപയുമായിട്ട് നമ്മുടെ സിനിമ വരുന്നു, ചെന്നൈയിൽ പോയിട്ട് കോടിക്കണക്കിന്. അപ്പം ഞാൻ പറയുന്നത് നമ്മുടെ ഇൻഡസ്ട്രി വലുതാകുകയാണ്, നമ്മുടെ ക്യാൻവാസ് വലുതാകുകയാണ്. നമ്മുടെ സിനിമയുടെ ഒരു ക്യാൻവാസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ സിനിമയുടെ ബഡ്ജറ്റ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എപ്പോഴും മലയാള സിനിമ ഈ 3.5 കോടി മലയാളികൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങേയറ്റം മിഡിൽ ഈസ്റ്റിൽ കുറച്ച് ക്രൗഡുണ്ട്. പക്ഷേ ആ അതിർവരമ്പുകൾ ഭേദിച്ച് നമ്മൾ വലിയ മാർക്കറ്റിലേക്ക് എത്തിപ്പെടുകയാണ്. അതിൻ്റെ ഒരു തുടക്കം OTT തന്നെ ആയിരുന്നു. OTT വന്നപ്പോൾ തന്നെ നമ്മൾ ഈ റീജിയണൽ ആക്ടർ എന്ന് പറഞ്ഞ പരിപാടി മാറിയിട്ട് ഒരു ആക്ടർ എന്ന് പറഞ്ഞ സീനിലേക്ക് വന്നു. റീജിയണൽ സിനിമ മാറിയിട്ട് എല്ലാം ഒരു സിനിമയായി. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഗോൾഡൻ ഇയർ ആണ്. ഒരുപാട് മികച്ച സിനിമകൾ വന്നിട്ട് ഇപ്പോൾ ഒരു പോസ്റ്റ് കോവിഡ് നമ്മൾ കണ്ടിരുന്ന ഒരു പ്രതിഭാസം, ആളുകൾ യൂട്യൂബിലും ഓൺലൈനിലും സ്ട്രക്കായിരുന്നു. അപ്പോൾ അത് ബ്രേക്ക് ചെയ്തിട്ട് ഇത്തരം നല്ല സിനിമകൾ തിയേറ്ററിലേക്ക് വന്നത്. ഞാൻ മജുവിനോട് പറയും, മജു പെരുമാനി റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചരിത്രത്തിൽ ഇതിന് നല്ല സമയം ഉണ്ടാവില്ല. മലയാളികളെല്ലാം അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാത്തരം സിനിമകളും. പക്ഷേ എൻഗേജ് ചെയ്യിക്കുന്ന, എൻ്റർടൈൻ ചെയ്യിക്കുന്ന കോണ്ടന്റ് ഡ്രിവൻ പടങ്ങളൊക്കെ ആളുകൾ സ്വീകരിക്കുന്നുണ്ട്, ആളുകൾ തിയേറ്ററിൽ വന്നിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടല്ല 100, 200, 250 കോടി എന്നൊക്കെ പറഞ്ഞ് പോകുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് പെരുമാനി. ഈ ആട്ടത്തിൻ്റെ സക്സസ്സും അതിൻ്റെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആട്ടം അത്ര എക്സ്പെരിമെൻ്റൽ മൂവിയായിരുന്നു. ആട്ടം തുടക്കമായിരുന്നു ശരിക്കും. ആട്ടം ജനുവരി ഫസ്റ്റ് വീക്ക് ഇറങ്ങിയ പടമാണ്. ആട്ടമായിരുന്നു ഈ പറയുന്ന ഒരു നല്ല സിനിമ. ആട്ടം ഒരിക്കലും ഇത്തരം വലിയൊരു സാമ്പത്തിക വിജയമല്ല, പക്ഷെ ആട്ടം ഈ നല്ല സിനിമ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അല്ലെങ്കിൽ യുനാനിമസ്ലി എപ്രീസിയേഷൻ കിട്ടിയ സിനിമയാണ്. ആട്ടത്തിനെ കുറിച്ചിട്ട്
ഭേദപ്പെട്ട ഒരാളും ഒരു മോശം അഭിപ്രായം പറഞ്ഞ് ഞാൻ കേട്ടില്ല. എല്ലാ ആളുകൾക്കും വർക്കായ സിനിമയാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഭയങ്കര ഹാപ്പിനെസ് ആണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മൂവ്മെൻറ്റിൻ്റെ തുടക്കമായ ഒരു സിനിമയുടെ ഭാഗം ആകാൻ പറ്റി എന്നുള്ള തരത്തിൽ. പിന്നെ മൗത്ത് പബ്ലിസിറ്റി ഭയങ്കര കൂടുതലായിരുന്നു. എല്ലാ ആളുകളും അവിടെയാണ് ഞാൻ മജുവിനോടും പറയും, അതായത് നല്ല സിനിമയാണ്, ആളുകൾ കാണേണ്ട സിനിമയാണെങ്കിൽ നമ്മൾ അഡ്വക്കേറ്റ് ചെയ്യും ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ആട്ടം അങ്ങനെ മാത്രം ഓടിയ സിനിമയാണ്. ഇപ്പം നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങളാണ് ആട്ടത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അതെ അതെ. ഇപ്പോൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ എല്ലാത്തിലും കൂടെ ഈ സിനിമ കാണുക, ഈ സിനിമ, അങ്ങനെയാണ് ആട്ടം ഈ ഒരു തരത്തിൽ എത്തിയത്. ആട്ടം ഇപ്പം നമ്മൾ പറയുന്ന സിനിമകൾ സ്റ്റാർ പവർ ഇല്ലാത്ത സിനിമകളാണ്. ഇപ്പോൾ പ്രേമൽ പോലെയുള്ള സിനിമ എടുത്തു കഴിഞ്ഞാൽ സൂപ്പർ സ്റ്റാർ ഇല്ല, മഞ്ഞുമൽ ബോയ്സ് എടുത്തു കഴിഞ്ഞാൽ സൂപ്പർ സ്റ്റാർ ഇല്ല. പക്ഷേ ഇത്തരം സിനിമകൾ റെവല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും അത് വളരെ പ്രതീക്ഷ നൽകുന്നുണ്ട്. കാര്യം ആത്യന്തികമായിട്ട് സിനിമക്കാണ് മൂല്യമുള്ളത്, ഒരു താരത്തിനപ്പുറത്തേക്ക്, അല്ലേ? അപ്പോൾ അത് ഭയങ്കര ഹാപ്പിനെസ് തരുന്ന ഒരു മൂവ്മെൻ്റാണ്. അപ്പോൾ ആ മൂവ്മെൻറ്റിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് നമ്മൾ പെരുമാനിയായിട്ട് വരുന്നത്. ഇപ്പോൾ പെരുമാനിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കാസ്റ്റിങ്ങിനെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് ആളുകൾ. കാരണം എല്ലാവരെ കാണുമ്പോഴും ഇവരൊരു മിസ്ഫിറ്റ് ആണല്ലോ എന്നൊരു തോന്നൽ വരുന്നേ ഇല്ല. കാരണം ഇപ്പം ചേട്ടൻ്റെ ഒരു വിഗ് വെച്ച് വേറൊരു രൂപത്തിലാണ് കാണുന്നത്. പക്ഷെ അത് കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലി, ഇത് അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ്, ഇത് അവിടെ വേണം എന്നൊരു ഫീൽ ഓട്ടോമാറ്റിക്കലി കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാ കോമൻസും ആ ടീച്ചറിൻ്റെ താഴെ നോക്കിയാൽ ഇത് തന്നെയാണ് പറയുന്നത്, കാസ്റ്റിംഗ് ഭയങ്കര പെർഫെക്റ്റ് ആണ്, കാസ്റ്റിംഗ് ഭയങ്കര പെർഫെക്റ്റ് ആണ്. നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്താണ് ആക്ടേഴ്സിനെ ഈ രൂപം വെച്ചിട്ട്. അത് കാണാനുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അത്ര അവരുടെ ആ രൂപമാറ്റം വന്നു, അവരെ ഒറിജിനൽ ഫോമിലല്ല കാണുന്നത്. ഇപ്പൊ ദീപ തോമസ് ഒക്കെ ആണെങ്കിൽ ഇവിടെ കൂട്ടുപിരികൊക്കെ വന്ന് നമുക്ക് ഞാനൊന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു രൂപമല്ല. എനിക്ക് മറ്റേ പാത്തുമ്മയുടെ ആട്, അതിനകത്തുള്ള പുള്ളിക്കാരിയൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു. അപ്പൊ അത് ശരിക്കും നല്ലൊരു കാര്യം. അപ്പൊ അത് ആളുകള് അംഗീകരിക്കുന്നു എന്ന് പറയുന്ന സാധനമാണല്ലോ, അത് ഭയങ്കര പരിപാടിയാണ്. അത് ഞാൻ പറഞ്ഞത് അതുകൊണ്ടിട്ടാണ് നമ്മൾ പറയുന്ന പോലെ ഒരു കൺവെൻഷണൽ അല്ലാത്ത ഒരു സിനിമയായിട്ട് വരുമ്പോൾ ഇത് സിനിമ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും സ്വീകരിക്കപ്പെടും എന്നുള്ളത്. എനിക്കൊക്കെ ശരിക്കും അങ്ങനത്തെ സിനിമകൾ കാണാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം നമുക്ക് പുതിയ പുതിയ എക്സ്പീരിയൻസ് ആണ്, എന്തൊക്കെ വന്നാലും നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു ലോകം കാണുക എന്ന് പറയുന്ന ഒരു സാധനം. അതെ. പിന്നെ മാത്രമല്ല സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രാഫ്റ്റാണ്. അപ്പം അതെങ്ങനെ ഇത് ഫോം ചെയ്തെടുത്തു എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കതൊരു ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് എനിക്ക് ഈ സിനിമയിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാണണം. ഞാനും ഈക്വലി എക്സൈറ്റഡ്. ഞാൻ കണ്ടിട്ടില്ല പടം. എന്നോട് പലപ്പോഴും കാണാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ ജനങ്ങളായിട്ട് ഇരുന്നേ പടം കാണുള്ളൂ. ജനങ്ങളായിട്ട് സിനിമ കാണുക എന്ന് പറയുന്നത് വേറെ പരിപാടിയാണ്. നമ്മൾ 3 പേര് ചേർന്നിട്ട് നമ്മളൊരു സിനിമ കാണുന്നതും ഈ പറഞ്ഞ തിയേറ്ററിൽ ഇരുന്ന് ക്രൗഡിൻ്റെ കൂടെ സിനിമ കാണുന്നതും വേറൊരു അനുഭവമാണ്. എല്ലാ സിനിമയും അങ്ങനെയാണോ കാണുന്നത്? ഒട്ടുമിക്ക സിനിമകളും ഫാമിലിയൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ പറയുന്ന പോലെ സിനിമയിൽ അഭിനയിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടിയിട്ടാണ്. അല്ല, ഞങ്ങൾ ഓഡിയൻസ് എല്ലാം ഇരിക്കുന്നത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നത് സമ്മതിക്കാം. പക്ഷെ പ്രിവ്യൂ കാണാൻ ഒരു ഓപ്ഷൻ ഉള്ളപ്പോൾ ഇത് അപ്പൊ ടെൻഷൻ കൂടില്ലേ? കാരണം ഞാൻ ടെൻഷൻ എടുക്കാറില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ഇത് സിനിമ ആത്യന്തികമായിട്ടൊരു സംവിധായകന്റെ കലയാണ്, ബാക്കി നമ്മളൊക്കെ കോൺട്രിബ്യൂട്ടേഴ്സ് ആണ്. പക്ഷെ എല്ലാവരും ഈക്വലി ചെയ്യണ്ടേ, എന്നാലല്ലേ അവിടെ ഒരു തീർച്ചയായിട്ടും സിനിമ ഒരു ഗ്രൂപ്പ് ടീം വർക്ക് ആണ്. പക്ഷെ അത് ലീഡ് ചെയ്യുന്നത് എപ്പോഴും ഡയറക്ടർ തന്നെയാണ്. കാര്യം എനിക്ക് എൻ്റെ ജോലി മാത്രം ചെയ്ത് എന്നെ ഇപ്പം മജു വിശ്വസിപ്പിച്ച് നാസർ എന്ന് പറഞ്ഞ കഥാപാത്രം തന്നു. എനിക്ക് ആകെ അതിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി, ഞാൻ എൻ്റെ ക്യാരക്ടർ മാത്രം ചെയ്താൽ മതി. എൻ്റെ പോലെ 70 ഡയലോഗ് പറയുന്ന കഥാപാത്രം ഈ സിനിമയിലുണ്ട്. മജു 70 കഥാപാത്രങ്ങളുടെ കൂടെ വർക്ക് ചെയ്യണം, പിന്നെ ഫ്രെയിം വെക്കണം, പടം എഡിറ്റ് ചെയ്യണം, മ്യൂസിക് ചെയ്യണം, സിനിമ എഴുതണം. അപ്പം അങ്ങനെ മൊത്തത്തിൽ തീർച്ചയായിട്ടും ഒരു സംവിധായകൻ്റെ തന്നെയാണ് സിനിമ. പക്ഷേ ഇപ്പോൾ ചേട്ടൻ സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ പെരുമാനി ഭയങ്കര ക്ലോസ് ടു ഹാർട്ടായിട്ടാണ്. പക്ഷേ എല്ലാ സിനിമയും അങ്ങനെയായിരിക്കും, ഒരു ഒട്ടുമിക്ക സിനിമകളും അല്ലേ? ഒട്ടുമിക്ക സിനിമകളും. അപ്പോൾ ഈ സിനിമകളുടെ മറ്റ് തലത്തിലേക്കൊക്കെ, അതായത് ഇപ്പം സ്ക്രിപ്റ്റിനെ കുറിച്ച് നല്ല ധാരണയുണ്ട്, അതെല്ലാവർക്കും ഉണ്ടായിന്ന് എനിക്കറിയില്ല. പക്ഷെ ചേട്ടനോട് സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ധാരണയുള്ള ഒരാളാണ് എന്നെനിക്ക് തോന്നി. കാരണം അതിൻ്റെ ഡെപ്ത് ഭയങ്കര സിമ്പിളായിട്ട് പറഞ്ഞു പോയ കഥയാണ്. ചേട്ടന് കൂടുതൽ കോണ്ടാക്ട് വരുന്നത് ചേട്ടൻ്റെ കഥാപാത്രവുമായിട്ടാണ്. പക്ഷേ സ്റ്റിൽ അത് ആഴത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കാരണം ആ സ്ക്രിപ്റ്റിനെ അത്രത്തോളം പഠിച്ചിട്ടുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ സംവിധായകനായിട്ടുള്ള ആ ഒരു ബന്ധം കൊണ്ടോ ആയി. കുറേ നാളായില്ല പറഞ്ഞപ്പോൾ, ഞാൻ 15 വർഷമായി. അതുകൊണ്ടുള്ള എക്സ്പീരിയൻസ് 15 വർഷം. ഞാൻ 10-65 സിനിമ ചെയ്തു. 10-65 സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു 500 തിരക്കഥ ചുരുങ്ങിയത് വായിച്ചിട്ടുണ്ടാവും. പിന്നെ അത് കൂടാണ്ട് ഞാൻ ഫിലിം സ്കൂളിൽ പഠിച്ചാണല്ലോ. അപ്പോൾ ഭയങ്കര ആധികാരികമായിട്ടൊന്നും അറിഞ്ഞുകൂടെങ്കിലും
എൻ്റെ തൊഴിൽ ഇതാണല്ലോ, നമ്മുടെ ബൈബിള് സ്ക്രീൻ പ്ലേ ആണ്. അപ്പം അതുകൊണ്ടിട്ട് നമ്മൾ അതിനെക്കുറിച്ചും പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യും. ഈ ഫിലിം സ്കൂളിൽ പഠിച്ചാണെന്ന് പറഞ്ഞപ്പം എനിക്ക് എപ്പോഴും ഉള്ളൊരു ചോദ്യം, ഈ അഭിനയം പഠിക്കാൻ പറ്റുമോ? അഭിനയം പഠിക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ എപ്പോഴും ആ ചോദ്യം കേൾക്കാറുള്ളതാണ്. ഇപ്പം ഞാൻ അഭിനയം പഠിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ ഫിലിം സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഞാൻ 5-6-7 വർഷം നാടകം കളിച്ചിരുന്നു സീരിയസ് ആയിട്ട്. അപ്പോൾ ഭയങ്കര ആധികാരികമായിട്ട് നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്ത് പഠിച്ച കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫിലിം സ്കൂളിൽ പോയി കഴിയുമ്പോൾ സംഭവിക്കുന്നത് ഇതിൻ്റെ ഒരു ആധികാരികമായിട്ടൊരു ടെക്സ്റ്റ് ഉണ്ടാവും. അത് പറയുന്ന കാര്യങ്ങളായിട്ട്, അതായത് നമുക്കൊരു അതോറിറ്റി കിട്ടും. ഇതാണ് ഇതിൻ്റെ ഒരു. പിന്നെ എന്നെപ്പോലത്തെ ഒരാൾക്ക് ട്രെയിനിങ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാര്യം ഒന്ന്, എനിക്കതൊരു അഡ്രസ്സാണ്. ഫിലിം സ്കൂൾ FTAയുടെ ഒരു അഡ്രസ്സ് ഉണ്ട്. അപ്പം നമുക്ക് എവിടെയും പോവാം. അല്ലെങ്കിൽ ഒരു പാട്ട് പാടുന്ന ആളുകൂടി എൻ്റെ കുടുംബത്തിലില്ല. സിനിമയിലുള്ള ആൾ പോട്ട് ഒരു പാട്ട് പാടുന്ന ആളില്ല. അപ്പം എന്നെ സംബന്ധിച്ച് സിനിമയിലേക്ക് വരിക എന്ന് പറയുന്നത് മറ്റേ ബാലികേറ മല എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു എനിക്ക് ഒന്നെങ്കിൽ NSD അല്ലെങ്കിൽ FTA പോയി പഠിക്കണം എന്നുള്ളത്. പിന്നെ ഈ പറയുന്ന പോലെ ട്രെയിനിങ് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഇപ്പോൾ ഡാൻസേഴ്സ് പ്രാക്ടീസ് ചെയ്യും, സിംഗേഴ്സ് പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ആക്ടേഴ്സും പ്രാക്ടീസ് ചെയ്യണം. ഓരോ സിനിമകളും പ്രാക്ടീസാണ്. ഓരോ ഫിലിം മേക്കേഴ്സിൻ്റെ കൂടെ ആയിട്ടുള്ള നല്ല ഫിലിം മേക്കേഴ്സിൻ്റെ കൂടെയുള്ള സിനിമകൾ ഞാനൊരു വർക്ക്ഷോപ്പ് പോലെ കാണുന്നത്. അപ്പോൾ ഞാനവിടെ ഫിലിം സ്കൂളിൽ പോയി പഠിച്ചു. മറ്റ് ആക്ടേഴ്സ് ഓരോ ഫിലിം മേക്കേഴ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ഗ്രേറ്റ് ആക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിച്ചിട്ടൊക്കെ ഓരോ ആളുകൾക്ക് ഓരോ രീതിയാണ്. അത്രയേ ഉള്ളൂ. എനിക്ക് അഭിനയം പഠിക്കാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ള അതിനുള്ളൊരു കോൺഫിഡൻസ് എനിക്കില്ല. അപ്പം ഞാനൊരു ബുക്ക് വായിച്ചായിരുന്നു. അതിലപ്പം എഴുതിയിരിക്കുന്നൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അഭിനയിച്ച് നോക്കുക, എന്നിട്ട് നമ്മുടെ വീക്ക് പോയിന്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് അവിടെ ഹാർഡ് വർക്ക് ചെയ്യുക എന്നൊരു സംഭവം. ആര് കണ്ടുപിടിക്കും? നമ്മൾ തന്നെ കണ്ടുപിടിക്കും. വളരെ നന്നാവും. അല്ല, ഇപ്പൊ അത് ഏത് ബുക്കാണ്? എനിക്ക് ആ ബുക്കൊന്ന് വായിക്കണമല്ലോ. ഞാൻ തരാം. ഞാൻ ഓൺലൈൻ അങ്ങനെയില്ല ശരിക്കും. ഞാൻ പറയാം, അതിൽ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ഇപ്പൊ ഡയലോഗ് പറയാനാണ് ബുദ്ധിമുട്ട്. അപ്പൊ ഡയലോഗ് പറയാനുള്ള അങ്ങനെയില്ല പറഞ്ഞ പല ആളുകൾക്കും പല തരത്തിലാണ്. ഇപ്പൊ അപർണ സീരിയസ് ആയിട്ടൊന്ന് അഭിനയിച്ചു തുടങ്ങുമ്പോൾ പല കാര്യങ്ങളും ഓരോ ഫിലിം മേക്കേഴ്സും ഓരോ തരത്തിലാണ്. ഒന്ന് ഈ പറയുന്ന പോലെ ഇപ്പൊ ട്രെയിനിങ്ങിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇപ്പോൾ അപർണ പറയുന്നത്, നമ്മൾ അഭിനയിച്ച് നോക്കുമ്പോൾ നമ്മുടെ തെറ്റ് തിരുത്തുന്നത്. ഞാൻ ഫിലിം സ്കൂളിലായിരുന്നപ്പോൾ എൻ്റെ തെറ്റ് തിരുത്തിയിരുന്നത് നസ്രുദ്ദീൻ ഷായും ആദിൽ ഹുസൈനും ബെഞ്ചമിൻ ഗില്ലാനിയും അരവിന്ദ് പാണ്ഡെയും ഇന്ത്യയിലുള്ള ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആക്ടിങ് ടീച്ചേഴ്സാണ്. അവർക്ക് അതിനുള്ള റൈറ്റ് ഉള്ളൂ. അഭിനയിക്കാൻ അറിഞ്ഞുകൂടാത്ത എനിക്ക് എങ്ങനെ എൻ്റെ തെറ്റ് തിരുത്താൻ പറ്റും? അപ്പം നമ്മളെ ഇത്തരം ആളുകൾ ആണ് നമ്മളെ അവരാണ് നമുക്ക് വഴികൾ കാണിച്ചു തരേണ്ടത്. നമ്മൾ പിന്നെ ഈ പറയുന്ന പോലെ ഈ ആക്ടിങ് ഈസ് ഡൂയിങ്. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് പഠിക്കുക, നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരാൾ വേണം. അല്ലാണ്ട് നമുക്ക് തന്നെ അഭിനയിച്ച ഒരുപാട് ആളുകൾ കണ്ണാടിയിൽ നോക്കിയിട്ട് അഭിനയിക്കുക എന്ന് പറയും. അത് ബുൾഷിറ്റാണ്. കണ്ണാടി നോക്കിയിട്ട് അഭിനയിക്കുന്നു. അഭിനയം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ലൈൻ ഉണ്ട്. ഇപ്പോൾ ലൈൻ ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ പറയാണ്, നിന്നോട് ഞാൻ ഒരു 100 പ്രാവശ്യം പറഞ്ഞത് നിനക്ക് എന്തുകൊണ്ടും മനസ്സിലാകുന്നില്ല, ബുദ്ധിയുണ്ടോ? ഇപ്പം ഈ സാധനം പറയുമ്പോൾ നമ്മൾ ആ മൊമെൻറ്റിലായിരിക്കണ്ടേ. ഞാൻ എന്തിനു പറയുന്നു? നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? നമ്മൾ എവിടെ ഇരുന്ന് പറയുന്നു? നമ്മളിപ്പോൾ പോഡ്കാസ്റ്റിൻ്റെ ഇടയിലാണോ പറയുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, ഇനി നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ അഭിനയിക്കുമ്പോൾ കണ്ണാടി നോക്കുമ്പോൾ നിങ്ങൾ കണ്ണാടി നോക്കുമോ അല്ലെങ്കിൽ അഭിനയിക്കുമോ? കണ്ണാടി നോക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ അഭിനയിക്കും? അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനെ നമ്മൾ കേട്ട് മനസ്സിലാക്കി ഒരുപാട് കാര്യങ്ങളൊക്കെ തെറ്റാ. അതല്ല അതിൻ്റെ രീതി. അപ്പോൾ എപ്പോഴും നമുക്ക് പ്രോപ്പറായിട്ടൊരു ഒരു ഗൈഡ് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ ഫിലിം മേക്കേഴ്സിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു വരുമ്പോൾ ഞാൻ ഈ അടുത്ത് ചെയ്ത സിനിമകൾ, ഇപ്പോൾ മാലിക് എന്ന് പറഞ്ഞ സിനിമയിൽ വർക്ക് ചെയ്തു. അപ്പോൾ മാലിക് എന്ന് പറഞ്ഞ സിനിമ മഹേഷ് നാരായണൻ ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു എഡിറ്ററാണ്. മഹേഷ് ഏട്ടൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, മഹേഷ് ഏട്ടൻ ഒരു ഷോട്ട് ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ അത് എത്ര സെക്കൻഡ് ഉണ്ടെന്ന് പുള്ളി കൗണ്ട് ചെയ്യും. ഇപ്പം ഇപ്പോൾ അഭിനയിച്ച് ഇപ്പം ഞാനൊരു ഡയലോഗ് പറയുമ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പുള്ളി പറയും കൈയെടുക്കേണ്ടതിനെ എന്ന് പറയും. അപ്പം ഞാൻ അങ്ങനെ നോക്കേണ്ടതിനെ പറയും. അപ്പോൾ പുള്ളിക്ക് ധാരണയുണ്ട് ഡേവിഡ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇപ്പം ഞാൻ ഒരു പരിപാടിയിൽ ഇപ്പോൾ ഫഹദ് എന്നോട് പറഞ്ഞടാ, നീ അങ്ങോട്ട് നോക്കിയേ, കർത്താവ് നിൽക്കണത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത്
ഞാൻ ഇങ്ങനെ നോക്കി. മഹേഷേട്ടൻ കട്ട് പറഞ്ഞു. മഹേഷേട്ടൻ പറഞ്ഞു, ഞാൻ വെച്ചാൽ എന്ത് പറ്റിയെന്ന് കേട്ടാ, ഇതിനെ വാ പൊളിച്ചിട്ടാ നോക്കിയെന്ന് വെച്ചു. ഞാൻ പിന്നെ മനുഷ്യർ വാ പൊളിച്ചിട്ട് നോക്കൂല കേട്ടാന്ന് വെച്ചു. അപ്പം എന്നെ കൊണ്ടുവന്നിട്ട് സ്ക്രീൻ കാണിച്ചു തന്നു. ഞാൻ എന്തോ ഒരു മണ്ടനെ പോലെ ഉണ്ടെന്ന് വെച്ചു. ഞാൻ ആ മണ്ടനെ പോലെ ഉണ്ട്, ഡേവിഡ് മണ്ടനല്ല എന്ന് പറഞ്ഞു. ഇത് മുഴുവൻ എന്താണ്, ഇത് മുഴുവൻ എനിക്ക് ലേണിംഗ് ആണ് അല്ലേ. ഞാൻ ഫാമിലി എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. ഫാമിലി എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോൾ ഡോൺ പാലാത്തറ ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കറാണ്. എക്സ്ട്രീംലി കോംപ്ലക്സസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. ഇയാൾ പീഡോഫൈലാണ് ക്യാരക്ടർ. ഡോണിൻ്റെ പീഡോഫൈലിനെ അവതരിപ്പിക്കുന്നത് വൈഡ് ഷോട്ടിലാണ്. എനിക്ക് ക്യാമറ ഇത്ര അടുത്ത് വെച്ച് തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാലോചിച്ചാൽ മതി. ഞാനിപ്പോൾ നിങ്ങളൊരു കുട്ടിയാണ്, ഞാൻ നിങ്ങളെ നോക്കുമ്പോൾ ഇത്ര ചെയ്താൽ മതി, ക്യാമറ ക്യാപ്ചർ ചെയ്യും എൻ്റെ ഉള്ളിലുള്ള എന്താണെന്നുള്ളത്. ഡോൺ എനിക്ക് ആ പ്രിവിലേജ് വരുന്നില്ല. ഡോൺ എന്നെ വൈഡിലാണ് വെച്ചേക്കണേ. ഞാൻ എങ്ങനെ എൻ്റെ മറ്റേ ക്യാരക്ടറിൻ്റെ കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ ഞാനൊരു വേറൊരു ക്യാരക്ടറിനോടുള്ള റിലേഷൻഷിപ്പ് ഞാൻ എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യും. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാൻ അതിനുള്ള പണിയെടുക്കും. അപ്പം അതെന്താ സംഭവിക്കുന്നത്, അതെനിക്ക് വർക്ക്ഷോപ്പാണ്. അങ്ങനെ ഓരോ ഫിലിം മേക്കേഴ്സും, ഇപ്പോൾ ഞാൻ അൽത്താഫിൻ്റെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ റൈറ്റ് നൗ. അപ്പോൾ അൽത്താഫിൻ്റെ സിനിമ ഒരു ഫുൾ ഓൺ കോമഡി എൻ്റർടൈനറാണ്. അപ്പോൾ അൽത്താഫിൻ്റെ സിനിമയിൽ വലിയ പാസേജസ് ഡയലോഗ് പറയേണ്ടി വരും. അൽത്താഫിൻ്റെ സിനിമയുടെ ഡയലോഗിൻ്റെ പേസിലേക്ക് ഞാൻ എൻ്റെ ആക്ടിങ് പാറ്റേണിനെ കൊണ്ടുവരണം. അവിടെ ഞാൻ ചിന്തിക്കണ്ട, കാര്യം ആ സിനിമയുടെ മീറ്റർ അതാണ്. അപ്പോൾ അൽത്താഫിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് എനിക്ക് വേറൊരു വർക്ക്ഷോപ്പാണ്. അപ്പോൾ ഇത് ജീവിതത്തിൽ ഒരിക്കലും അവസാനിക്കാത്ത ഒരു ലേണിംഗ് പരിപാടി നടക്കുന്നുണ്ട്. എന്ന് ലേണിംഗ് അവസാനിക്കുന്നു അന്ന് നമ്മുടെ പണി കഴിഞ്ഞു. അതെ, നമ്മൾ പഠിച്ചെല്ലാം പൂർത്തിയായി എന്ന് വിചാരിക്കാൻ ഒരിക്കലും. എനിക്ക് പുതിയ ആളുകളോട് പറയാനുള്ളത്, ഇപ്പൊ എന്നെ ഒരു നടൻ എന്നുള്ള തരത്തിൽ ഏറ്റവും ശക്തമായിട്ട് സ്വാധീനിച്ച തിയേറ്റർ തന്നെയാണ്. ഞാൻ തട്ടിൽ നിന്ന് തന്നെയാണ് എല്ലാം പഠിച്ചിരിക്കുന്നത്. എൻ്റെ ഈ നാടകം എന്ന് പറഞ്ഞൊരു അനുഭവം ഉണ്ടല്ലോ, പക്ഷേ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ട് ഫോമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നാടകത്തിൽ നിങ്ങൾക്ക് പൈസ ഇല്ല, നിങ്ങൾക്ക് പോപ്പുലാരിറ്റി ഇല്ല, നമുക്ക് ആകെ സ്ട്രഗിൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അത് എത്രത്തോളം ഒരു ആക്ടറിനെ മോൾഡ് ചെയ്യുന്നു എന്നുള്ളതിന് എക്സാമ്പിളാണ് ആട്ടം എന്ന് പറഞ്ഞ സിനിമ. ഞങ്ങൾ മുഴുവൻ നാടകക്കാരല്ലേ. ആട്ടം പോലെ, അതായത് എല്ലാവരും നന്നായിട്ട് അഭിനയിച്ച സിനിമകൾ കുറവായിരിക്കും, എല്ലാ ക്യാരക്ടേഴ്സും നന്നായിട്ട് അഭിനയിച്ച സിനിമകൾ വളരെ കുറവായിരിക്കും. അപ്പോൾ നാടകത്തിൻ്റെ ശക്തിയാണ്, അത് നാടകത്തിൻ്റെ ഫയറാണ്. അപ്പോൾ പുതിയതായിട്ടുള്ള ഇപ്പോൾ അപർണ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടി വർക്ക് ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള കാര്യത്തിൽ ഞാൻ അപർണയോട് പറയും, നിങ്ങൾ സീരിയസ് ആയിട്ട് തിയേറ്റർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഷോർട്ട് ഫിലിംസ് ചെയ്യുക, അങ്ങനെ നിങ്ങൾ ആക്ടിങ് വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുക. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ കൂടുതൽ പ്രിപ്പയർഡ് ആവും. പല ടൈപ്പിൽ നമ്മൾക്കുള്ള എക്സ്പീരിയൻസ് കൂടും എന്ന് വെച്ചാൽ അത് നമുക്കൊരു ലേണിംഗ് ആവും. അങ്ങനെയല്ലേ, ഈ അനുഭവങ്ങളാണല്ലോ നമ്മൾ റീക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതെ അതെ. ഇപ്പോൾ ചേട്ടൻ 15 വർഷമായില്ലേ സിനിമയിൽ വന്നിട്ട്. അപ്പം സിനിമയിൽ വന്ന സമയം ഒരു ഏകദേശം 25 ആ ഒരു ടൈമിലായിരിക്കില്ലേ. ഇപ്പോൾ ഒരു ആസ് എ നടന്ന് നിൽക്കുമ്പോൾ പുറത്തു നിന്നുള്ള ഓഡിയൻസ് അല്ലെങ്കിൽ എൻറ്റയർ അങ്ങനെ ഒരു വിചാരിച്ചു ഒരു യൂണിവേഴ്സിൽ നിന്ന് തിരിച്ചു കിട്ടാൻ ആസ് എൻ ആക്ടർ കിട്ടാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ ആസ് എൻ ആക്ടർ? ഞാൻ ഇത്രയൊന്നും ആലോചിക്കുന്നില്ലടോ. എന്നാലൊരു ഓഡിയൻസിൽ നിന്നോ അല്ലെങ്കിൽ ഇൻ ഫ്യൂച്ചർ ആസ് എൻ ആക്ടർ ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ഏതാണെന്ന് അറിയോ? എന്നെ ഒന്നും ബാധിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. എനിക്ക് ആരെയും ഇമ്പ്രസ് ചെയ്യണ്ട. ഈ പറയുന്ന പോലെ ഞാൻ വന്നിട്ട് 15 വർഷമായി. അപ്പോൾ ഞാൻ ഇത്ര നാളെ ഞാൻ കുറച്ചും കൂടി റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തു. ഭയങ്കര റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട്, അതിൽ തെറ്റൊന്നുമില്ല. അതെൻ്റെ ഒരു ജേണി ആയിരുന്നു. ഇനിയിപ്പോൾ ഞാൻ റിസൾട്ട് ഓറിയൻറ്റഡ് പരിപാടി നിർത്തിയിട്ട് ഞാനിപ്പോൾ കുറച്ചും കൂടി ലൈഫിനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആരെയും ഇമ്പ്രസ് ചെയ്യണ്ട. നിങ്ങൾ എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അത് ബാധിക്കാത്തൊരവസ്ഥയിലേക്ക് എനിക്ക് പോകണം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാനുള്ള റൈറ്റ് ഉണ്ട്. ഇപ്പോൾ അതാണല്ലോ ചുറ്റുപാട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു സിനിമ ഇറങ്ങി, ഒരു നടനെയോ നടിയെയോ, കാര്യം അഭിനയം എന്ന് പറയുന്ന പരിപാടി കണ്ടിട്ട് ആർക്കും ഒന്നും പറയാമല്ലോ. ഒരു വേറൊരു ടെക്നിക്കൽ പരിപാടിനെ കുറിച്ചിട്ട് കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു അതോറിറ്റി വേണം. ഇപ്പോൾ ആർക്കും റിവ്യൂ ചെയ്യാവുന്ന, നിങ്ങൾക്കൊരു മൊബൈലുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ബുൾഷിറ്റും പറയാം. അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്നെ ബാധിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെടാനാണ്. നമുക്ക് മുമ്പിൽ ഈ പറയുന്ന പോലെ ലൈഫ് നമ്മൾ ഉദ്ദേശിച്ച അത്ര ഇതില്ല.
ലെങ്ത് ഇല്ല, ഭയങ്കര ഷോർട്ടാണ്. അപ്പം ഞാൻ നിങ്ങളെന്ത് പറയണമെന്ന് ആലോചിച്ച്, അല്ലെങ്കിൽ നിങ്ങളെ ഇമ്പ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനുള്ള സമയം എനിക്കില്ല ഇനി ലൈഫിൽ. ഞാൻ കുറേ ചെയ്തു. ഇനിയിപ്പോൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പീസ്ഫുള്ളായിട്ട് ജീവിക്കുക, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക, ഇഷ്ടമുള്ള തരത്തിലുള്ള സിനിമകൾ, കഥാപാത്രങ്ങൾ ചെയ്യുക, എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക, എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക, അങ്ങനെ ഉണ്ടല്ലോ. അതൊക്കെയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്തും ആലോചിക്കാം, നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്തും പറയാം. ആട്ടം കഴിഞ്ഞിട്ട് ശരിക്കും ആട്ടം വേറൊരു ഭയങ്കര ടഫ് പ്രോസസ്സായിരുന്നു എന്നെ സംബന്ധിച്ച്. കാര്യം പുതിയൊരാൾ അഭിനയിക്കുന്നത് കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെയാണ് ജനറലി, എനിക്ക് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഏതൊരു ഗ്രൂപ്പിൽ, അതും കുറച്ചും കൂടെ എൽഡേഴ്സ് ആയിട്ടുള്ള ആളുകളുള്ള ഗ്രൂപ്പിൽ ഒരു ചർച്ച നടക്കുകയാണ്. അവർ അഭിനയത്തെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞത് അതൊന്നും കുഴപ്പമില്ല, പക്ഷേ വളരെ ഒരു വസ്തുതയില്ലാത്ത തരത്തിൽ ആധികാരികമായിട്ടിരുന്നിട്ട് ആളുകൾ പറയുക എന്ന് പറഞ്ഞ പരിപാടി. അപ്പോൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, നമ്മൾ മനുഷ്യനല്ലേ, നമ്മൾ ഒരു തവണ ആലോചിച്ച് പോലും ഇത് എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ അതൊന്നും എന്നെ ബാധിക്കരുത്. ഞാനിപ്പോൾ അപർണയുടെ അടുത്ത് നിന്ന് അഡ്വൈസ് എടുക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ചു. അപർണേനോട് ഞാൻ ചോദിക്കും, ഞാൻ എൻ്റെ അമ്മേനോട് ചോദിക്കാറുണ്ട്. എൻ്റെ അമ്മ ഭയങ്കര സെൻസിബിളായിട്ടുള്ള സ്ത്രീയാണ്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ആക്ടിങ് പഠിപ്പിച്ച ടീച്ചേഴ്സ്, എനിക്ക് ആക്ടിങ്, അങ്ങനെ ഞാൻ അഡ്വൈസ് എടുക്കാത്ത ഒരാളുടെ ഒരു ക്രിറ്റിസിസം ഞാൻ എടുക്കണമെന്നില്ല. ക്രിറ്റിസിസം എടുക്കാം, അത് പ്രൊഡക്റ്റീവ് ആകുമ്പോൾ. ഇത് ആർക്കും ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ വരുമ്പോൾ നമ്മൾ എക്വിപ്ഡ് ആക്കുക എന്ന് പറയുന്നതാണ്. ഇതൊന്നും നമ്മളെ ബാധിക്കാണ്ട് നമുക്ക്. ഞാൻ ഒരു വളരെ സാധാരണ വീട്ടിലെ, ഞാനൊരു ടെലിഗ്രാഫ് ഫാൻ്റെ മോനാണ്. അപ്പം ഞാൻ സിനിമയിലേക്ക് വന്നതിൻ്റെ സ്ട്രഗിള്, അപ്പം ഞാൻ അതിനെ സ്ട്രഗിൾ എന്നുള്ള ടേം കൂടി ഉപയോഗിക്കുന്നില്ല. അതെൻ്റെ ജേണി ആയിരുന്നു. അത് എക്സ്ട്രീംലി ടഫായിരുന്നു. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഈ പറയുന്ന പോലെ ഇന്ത്യയിൽ 150 കോടി ആളുകളുണ്ടെങ്കിൽ അതിൽ 100 കോടി 140 കോടി ആളുകൾക്ക് സിനിമയിൽ അഭിനയിക്കണം. പക്ഷെ ഇപ്പോൾ അഭിനയിക്കാൻ സാധിക്കുന്നത് അതിൽ 0.1% ആളുകൾക്കാണ്. അപ്പോൾ ഞാൻ പറയുന്ന വേറെ എൻ്റെ കേമത്വമൊന്നുമല്ല ഞാൻ പറയുന്നത്, നമ്മൾ ആ പറയുന്ന 0.1 എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. ആ എത്തിപ്പെടാനുള്ള ഒരേ ഒരു കാരണം നമ്മൾ ഈ ക്രാഫ്റ്റിനോട് കാണിക്കുന്ന, ആർട്ടിനോട് കാണിക്കുന്ന കമ്മിറ്റ്മെൻറ്റും പാഷനും ഹാർഡ് വർക്കും കൊണ്ട് മാത്രമാണ്. അപ്പോൾ അത് ചെയ്യാൻ എന്നെ നയിക്കുന്നത് എൻ്റെ സ്പിരിറ്റാണ്. അപ്പോൾ എൻ്റെ സ്പിരിറ്റ് കിടത്തുന്ന തരത്തിലുള്ള ഒരു കാര്യം എൻ്റർടൈൻ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പറയുന്ന ആരെയും ഇമ്പ്രസ് ചെയ്യേണ്ട, ആരുടെയും മറ്റേ പറയുന്ന ഗുഡ് ബുക്സ് കയറേണ്ട, ആരുടെയും സർട്ടിഫിക്കേഷൻ വേണ്ട. ഈ പറയുന്ന പോലെ ലൈക്ക് നമ്മൾ വർക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ സിനിമ ക്രാഫ്റ്റിനോടുള്ള സ്നേഹം ആണെന്ന് പറഞ്ഞല്ലോ. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കലകൾ ഒത്തുചേരുന്ന ഒരു കലയാണ്. കാരണം അതിൽ പാട്ട് വരുന്നുണ്ട്, ഡാൻസ് വരുന്നുണ്ട്, അഭിനയം എല്ലാം വരുന്നുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് ഇന്ത്യൻ സിനിമ, അതെ, സത്യം ശരിയാണ്. പക്ഷേ നമ്മളിപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ അതിനൊരു ബിസിനസ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഇൻകം എന്നുള്ളൊരു സാധനം അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടി വരുമ്പോൾ എങ്ങനെയാണ് ചേട്ടൻ അതിനെ ബാലൻസ് ചെയ്യുന്നത്? കാരണം ഒന്നാമത് ഈ ഞാൻ ഡ്രാമ ചെയ്യുന്നവർക്കൊക്കെ ഉള്ള അവരുടെ ആ ഒരു പാഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ പേഴ്സണലി ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്നല്ല, എന്നാലും നമുക്ക് ഒരു ചെറിയൊരു എക്സ്പോഷറെങ്കിലും എനിക്ക് അതിലോടൊരു ആളുകളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ളൊരു ഫയർ ഭയങ്കര കൂടുതൽ ഈ അഭിനയം എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്കിനുള്ള. അപ്പോൾ ഇത് കൊമേഴ്ഷ്യലി അല്ലെങ്കിൽ ഒരു ഇൻകം എന്നുള്ളൊരു രീതിയിലേക്ക് വരുമ്പോൾ അതിനെ എങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റും? ഇത് തന്നെ ആർട്ട്, ഇതിന് ആർട്ടും ബിസിനസ്സും ആണല്ലോ സിനിമ. ഞാൻ മനസ്സിലാക്കിയത് ആർട്ടിൻ്റെയും ബിസിനസ്സിൻ്റെയും ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മൾ പല റിയാലിറ്റികളും അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സിനിമയിൽ ഇപ്പോൾ അപർണ പ്രൊഡ്യൂസറാണ്. ഇപ്പോൾ നമ്മളെ വെച്ചിട്ട് ഇപ്പോൾ അപർണ എന്നോട് നേരത്തെ ചോദിച്ചില്ലേ മനുഷ്യരിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നുള്ളത്. ഞാൻ അതിനുള്ള ആൻസർ പോലെ പറയുന്നത്, അപർണ വെച്ചിട്ട് എന്നെ വെച്ചിട്ടൊരു ഇപ്പോൾ ഒരു സിനിമ ഉണ്ടാക്കാൻ 3-3.5 കോടി രൂപ വേണം. 3.5 കോടി രൂപയുടെ സിനിമ ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ലീഡ് റോൾ ചെയ്യുന്ന സിനിമയാണെങ്കിൽ എനിക്ക് 3.5 കോടി രൂപ എങ്കിലും നിങ്ങൾക്ക് തിരികെ തരാനുള്ള തരത്തിൽ എനിക്ക് ഗ്രോ ചെയ്യാൻ പറ്റണം ആസ് എ കമേഴ്ഷ്യൽ പ്രൊഡക്റ്റ്. അപ്പോൾ മറ്റേത് ഓക്കെയാണ്, നമുക്ക് ആർട്ട് നമ്മളുടെ കയ്യിലുള്ളതാണ്. ആർട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഏത് തരത്തിലുള്ള സിനിമകളോ നാടകമോ ഒക്കെ ഉണ്ടാക്കാം. പക്ഷേ ഈ പറയുന്നൊരു ബിസിനസ് അത് ഒഴിവാക്കാൻ പറ്റില്ല. സിനിമ ഇപ്പോൾ ആർട്ടിൻ്റെ മുകളിൽ നിൽക്കുന്നൊരു ബിസിനസ് എന്ന് പറയുന്ന ഫാക്ടർ തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാസ്റ്റിങ്ങും സിനിമകളും എല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇതാണ്. അതായത് ഒരു പ്രൊഡ്യൂസർ നമ്മളെ വെച്ചിട്ട് ഇത്ര പൈസ മുടക്കി ഒരു സിനിമ ഉണ്ടാക്കുമ്പോൾ ആ പൈസകളും തിരികെ കൊടുക്കാനുള്ള തരത്തിലുള്ള ഒരു കമേഴ്ഷ്യൽ പ്രൊഡക്റ്റായിട്ട് മാറുക എന്നുള്ളതാണ്.
ഇപ്പോൾ ഈ പെരുമാനി സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിലെ ക്യാരക്ടർ ഭയങ്കര ഇപ്പോൾ രൂപത്തിലാണെങ്കിലും സംസാരത്തിലാണെങ്കിലും കുറച്ചധികം വ്യത്യാസമുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോൾ ഇപ്പോൾ പെരുമാനി തന്നെ എടുക്കുവാണെങ്കിൽ ഹോംവർക്ക് ചെയ്യാറുണ്ടോ? എങ്ങനെയാണ് അതിലേക്ക് അപ്രോച്ച് ചെയ്യപ്പെടുന്നത്? എല്ലാ കഥാപാത്രങ്ങൾക്കും ഉണ്ടാവും. എല്ലാ കഥാപാത്രം എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു 90% കഥാപാത്രങ്ങൾക്ക് നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള ഹോംവർക്ക് ഉണ്ടാവും. പെരുമാനി ചെയ്യാൻ നല്ല ഡീറ്റെയിൽ ആയിട്ടാണ്. പെരുമാനി ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഐഡിയൽ വെയിറ്റ് ഒരു 64-65 ആണ് എൻ്റെ വെയിറ്റ്. പെരുമാനി ചെയ്യുമ്പോൾ ഞാനൊരു 71-72 കിലോ ഉണ്ടായിരുന്നു. കൂട്ടേണ്ടി വന്നു. ഇപ്പൊ പെരുമാനി കണ്ടില്ല, ഇയാളെ ചെറിയ ബുൾഡോഗിനെ പോലെ ഇരിക്കുന്നത്. ഇതൊക്കെ വീർത്തിട്ട് ഇപ്പൊ ആ വൈറലായ ഫോട്ടോകളൊക്കെ കണ്ടറിയാം. അപ്പൊ അത് കാരിക്കേച്ചർ ചെയ്യുന്ന ആളുകളുടെ ഇവിടെ നിന്നൊക്കെ ശരിക്കും ഇങ്ങനെ തൂങ്ങിക്കിടന്ന് ഒരു കറക്റ്റ് ഒരു ബുൾഡോഗിനെ പോലെയാ. അപ്പോൾ നമ്മളുടെ മനസ്സിൽ ഒരു തിരക്കഥ വായിക്കുമ്പോൾ സംവിധായകനോട് സംസാരിക്കുമ്പോഴൊക്കെ ഒരു രൂപം വരും. അപ്പോൾ ഒന്നതായിരുന്നു. പിന്നെ അത് കൂടാണ്ട് ഇയാൾ കാരിക്കേച്ചറിഷാണ്. ഓരോ ആളുകൾ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ഓരോ തരത്തിലാണല്ലോ. നമ്മളെ ലൈഫിൽ ഭയങ്കര ലൗഡായിട്ടുള്ള ആളുകളെ കണ്ടിട്ടില്ലേ? അപ്പോൾ അതുകൊണ്ടിട്ട് ഈ നാസർ എന്ന ഇയാളുടെ പേര്. ഇപ്പം ഇയാള് ഈ പറയുന്ന പോലെ ഇയാള് കുറച്ച് ഇപ്പോൾ ഇങ്ങനെ അങ്ങനെ ഭയങ്കര നീ എന്തിനാ അവിടെ പോയത്? അപ്പോൾ അതായത് ചിലത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷോട്ടൊക്കെ നടന്നു കഴിയുമ്പോൾ ഒന്നാമത് ഞങ്ങൾ ഈ പറയുന്ന പോലെ ഇത് വലിയ സ്കെയിൽ സിനിമയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10-70 ആക്ടേഴ്സ് ഡയലോഗ് പറഞ്ഞ് അഭിനയിക്കുന്ന ആക്ടേഴ്സ് ഉണ്ട്. പിന്നെ ഭയങ്കര വൈഡ് ഫ്രെയിംസ് ഉള്ള സിനിമയാണ്. ടെക്നിക്കലി ഭയങ്കര സൗണ്ടായിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പീഡ് കൂടുതലായിരുന്നു. അതിൻ്റെ ഇടയിൽ പോയിട്ടും ഞാൻ മജുവിനോട് പറയും, ചിലപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷോട്ട് കിട്ടി മജു ഓക്കെ പറഞ്ഞിട്ട് ഞാൻ പോയി നോക്കിക്കഴിയുമ്പോൾ അതിൽ വേറൊരു കാരിക്കേച്ചർ പരിപാടി മിസ്സിങ് ആണെങ്കിൽ റീടേക്കിന് പോകും. ഇപ്പം ഇയാളുടെ ഫോട്ടോസൊക്കെ തന്നെ കണ്ടറിയാം, എല്ലാത്തിലും ഒരു കാർട്ടൂണിഷ് പരിപാടിയുണ്ട്. പക്ഷെ അത് എക്സ്ട്രീംലി ടഫാണ് ഒരു ആക്ടറിനെ സംബന്ധിച്ച്. കാർട്ടൂണിഷ് ആവാം, ലൗഡ് ആവാം, എക്സേജറേറ്റഡ് ആവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം. പക്ഷെ ഇതെല്ലാം ചെയ്യുമ്പോൾ ട്രൂത്ത് ഉണ്ടാവണം. സത്യസന്ധത ഇല്ലെങ്കിൽ അത് ഭയങ്കര പൊള്ളയായിരിക്കും. അത് ചിലപ്പോൾ അത് ഭയങ്കര എനോയിങ് ആവും. അത് പറയുന്ന കാഴ്ചക്കാർക്ക് ഒട്ടും സുഖകരമല്ലാണ്ടാവും. എന്തോ ഏച്ചു വെച്ച പോലെ ഒരു ഫോഴ്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഒരു കമ്മിറ്റ്മെന്റ് വേണം അല്ലേ? സത്യസന്ധത വേണം. ട്രൂത്ത് ആയിരിക്കാം നമ്മൾ ചെയ്യുന്ന എല്ലാത്തിനും സത്യസന്ധത വേണം. അത് ഈ സിനിമയിൽ എന്തായാലും ക്യാരക്ടറിൽ കാണാൻ പറ്റട്ടെ. അത് ടീച്ചർ തന്നെ കണ്ടപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, എല്ലാവരുടെയും കോമൻസ് വന്നിരിക്കുന്നത് കാസ്റ്റിംഗ് ഭയങ്കര പെർഫെക്റ്റ് ആണ്. കാരണം ആ പ്ലേസ് ചെയ്തിരിക്കുന്ന കാസ്റ്റുകൾ എല്ലാവരും നന്നായിട്ട് അത് ആ ചെറിയ ടീച്ചറിൽ തന്നെ അത് പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടാണല്ലോ അങ്ങനൊരു. ഈ തിയേറ്ററിൽ എക്സ്പോഷർ കിട്ടി എല്ലാവരോടും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, സിനിമയിലേക്ക് വന്നവർ അതിനുശേഷം വന്നവരോട്. ഈ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ബിഗിനിങ് പ്ലേ ചെയ്യുന്നു, എന്നിട്ടാണ് ക്ലൈമാക്സിലേക്ക് പോകുന്നത്. പക്ഷേ സിനിമ ഈസ് ലൈക്ക് മിക്സ്. ചിലപ്പോൾ ആദ്യം ക്ലൈമാക്സ് ആയിരിക്കും ഷൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ മിഡിലുള്ള എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ രൂപം വെച്ചിട്ട് കണ്ടിന്യൂറ്റിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചേഞ്ചുകളും അങ്ങനത്തെ പുറകിലുള്ള ടെക്നിക്കൽ വർക്ക്സും ഒക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതുകൊണ്ടിട്ട് നമ്മളെ പ്രൊഫഷണൽ ആക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അതാണ് നമ്മളും സാധാരണക്കാരും തമ്മിലുള്ള വ്യത്യാസം. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ അതിരാവിലെ 6:30 കൊണ്ടെടുത്തിട്ട് രാത്രി 12 മണിക്ക് ഷോട്ട് എടുക്കുമ്പോഴും ഞാൻ ഫ്രഷായിട്ട് എങ്ങനെ വന്ന് ഷോട്ട് കൊടുക്കുന്നു അതേപോലെ കൊടുക്കാൻ വരണം. സാധാരണക്കാരനെ പറ്റില്ല. അതാണൊരു വ്യത്യാസം. ഞാൻ നേരത്തെ ചോദിച്ചില്ല, ട്രെയിനിങ് എന്ന് പറഞ്ഞില്ലേ, ഈ ട്രെയിനിങ് പലപ്പോഴും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഇതൊക്കെയാണ്. നമ്മുടെ ഒരു ആശയം പറഞ്ഞിട്ടുണ്ട്, യു ആർ ഗെറ്റിംഗ് പെയ്ഡ് ഫോർ വെയിറ്റിംഗ്. എത്ര വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലും എത്ര കോംപ്ലിക്കേഷൻസ് ഉണ്ട്, എത്ര ഒട്ടും ഫേവറബിൾ അല്ലാത്ത. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ അൽത്താഫിൻ്റെ സിനിമയിൽ നമ്മൾ ഷൂട്ട് ചെയ്യാണ്. രാവിലെ ഒരു 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ഈ കാലാവസ്ഥയിൽ ചുട്ടുപൊള്ളുന്ന ഈ വെയിലത്ത് ഓപ്പൺ കാറിൽ ഞാനും വേറൊരു കോ ആക്ടറും കൂടെ കാറിൽ റിഗ് ചെയ്തിട്ട് ഷോട്ട് എടുത്തോണ്ടിരിക്കുക. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4:30-5 മണി വരെ. അപ്പോൾ അവിടെ അത് സിനിമയുടെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞ അപ്പോൾ എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ നമ്മളെ ഡയറക്ടർ പറയുന്നത് പോലെ നമുക്ക് ചെയ്യാൻ ഉള്ള തരത്തിൽ നമ്മളെ എക്വിപ്ഡ് ആക്കി വെക്കുന്നതുകൊണ്ടാണ് നമ്മളെ പ്രൊഫഷണൽസ് എന്ന് വിളിക്കുന്നത്, നമ്മളെ ആക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. എല്ലാ ചോദ്യവും ചോദിക്കുമ്പോഴും കിട്ടുന്ന ആൻസേഴ്സിൽ ഭയങ്കര ജെന്യുവിനിറ്റി ഫീൽ ചെയ്യുന്നു. കാരണം എല്ലാവരും അല്ല, ചിലരോടൊക്കെ നമ്മളിപ്പോൾ ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചു ഇപ്പം എല്ലാവരോടും ചോദിക്കാനായി, ഇപ്പോൾ എല്ലാവരോടും ചോദിക്കും. അതായത് ആരാണെങ്കിലും ഞാൻ ചോദിക്കും. അപ്പോൾ ചിലർ നമ്മളിങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ ബുദ്ധിപരമായി മനഃപൂർവ്വം ചിന്തിച്ച് ആൻസർ തരാനൊക്കെ ശ്രമിക്കാം. പക്ഷെ ചേട്ടൻ അങ്ങനെയല്ല, എന്താണോ ഉള്ളത് അത്
ഓട്ടോമാറ്റിക്കലി ഞാനിത് മൊത്തം ലൈഫിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണ്. ഈ പറയുന്ന ഒട്ടും കോംപ്ലിക്കേഷൻ ഇല്ലാണ്ട് മനസ്സിൽ തോന്നുന്നത് അതിൻ്റെ അപകടമുണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് ഞാൻ ആലോചിക്കും, ഇപ്പോൾ എനിക്കൊരു ഇപ്പോൾ അപർണ ഒരു പരിപാടി ചെയ്ത് എനിക്ക് വർക്ക് ആയില്ലെങ്കിൽ ഇപ്പം ഞാൻ ആലോചിക്കേണ്ടത് എനിക്കത് ഒഴിഞ്ഞു പോവാം. പക്ഷെ എൻ്റെ ഒരു നേച്ചർ അനുസരിച്ച് ഞാൻ പറയുമോ എനിക്കത് വർക്ക് ആയില്ലോട്ടോ പറഞ്ഞാൽ പറയും. അപ്പോൾ പറയേണ്ട കാര്യമില്ല. പക്ഷെ എൻ്റെ ഒരു നേച്ചർ അതാ. എനിക്ക് മനസ്സിൽ തോന്നുന്നത് ഞാൻ ഒളിച്ചു വെക്കുകയോ എനിക്ക് തോന്നുന്നത് ഞാൻ പറയും. പക്ഷെ ശരിക്കും അത് നല്ലതല്ലേ, കാരണം അപ്പം പറഞ്ഞാൽ അതവിടെ ചിലപ്പോൾ സോർട്ടായി പോകും. പിന്നീട് നമ്മൾ വെച്ചോണ്ടിരുന്നിട്ട് പിന്നീട് ഒരിക്കൽ സാഹചര്യം വരുമ്പോൾ പറയുമ്പോൾ അതൊന്നുകൂടെ കോംപ്ലിക്കേറ്റ്. അതിൽ അടുത്ത ആളുകളോടൊക്കെ പറയാം, അതേ ഉള്ളൂ. അടുത്ത ആളുകളോടൊക്കെ പറയുന്നത് നമുക്ക് വീണ്ടും കാണാൻ. എനിക്കിപ്പോൾ പെട്ടെന്നൊരു പരിപാടി വർക്ക് ആയില്ലെങ്കിൽ മോനെ ചെയ്ത് ശരിയായില്ലെന്ന്, അത് പിന്നെ ആ പയ്യനെ നമുക്കത് ഫേസ് പിന്നെ അവനോടൊരു എൻകൗണ്ടർ ഉണ്ടാകുന്നില്ലെങ്കിൽ അത് ഒഴിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. വെറുതെ ഒരു ആർഗ്യുമെൻറ്റും ഒഴിവാക്കാമല്ലോ. അപ്പോൾ എന്തായാലും പെരുമാനി തിയേറ്ററിലേക്ക് വരാൻ പോവാണ് May 10. ഒരു എക്സ്പെക്റ്റേഷൻ എന്തായാലും പ്രേക്ഷകരിലുണ്ട്, കാരണം ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരു ഫ്രഷ്നെസ് എന്തായാലും ചേട്ടൻ പറഞ്ഞ പോലെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ എന്തായാലും ഉണ്ട്. അപ്പോൾ നമുക്ക് May 10 തിയേറ്ററിൽ തന്നെ കാണാം. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ പറയുന്ന പോലെ ഇത് ഭയങ്കര രസകരമായിട്ടുള്ള, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തൊരു ലോകം കാണിക്കുന്ന ഒരുപാട് തമാശയും മനോഹരമായിട്ടുള്ള പാട്ടുകളും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെർഫോമൻസസും ഒക്കെയുള്ള ഭയങ്കര നമ്മളീ പറയുന്ന പോലെ നമ്മൾ ഈ ബഷീറിൻ്റെയൊക്കെ കഥകൾ വായിക്കുന്ന പോലെയുള്ള ലാളിത്യവും ഒക്കെയുള്ള മനോഹരമായിട്ടുള്ള സിനിമയാണ്. ഇപ്പം നമ്മളിപ്പോൾ നേരത്തെ ഗോൾഡൻ പീരീഡ് ഓഫ് മലയാളം സിനിമ എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് വലിയ സിനിമകൾ ഇറങ്ങി, ഒരുപാട് വലിയ സിനിമകൾ ഇനിയും ഇറങ്ങാനുണ്ട്. അപ്പം ഞങ്ങളുടെ സിനിമയിൽ ഭയങ്കര സ്റ്റാർ പവറോ അങ്ങനെ വേറെ സ്റ്റാർ ഡയറക്ടറോ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ആകെ വിശ്വാസമുള്ള നമ്മുടെ മറ്റേ കോണ്ടൻറ്റിലാണ്, സിനിമയിലാണ്. അപ്പോൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ പോയിട്ട് സിനിമ കാണണം. May 10 എന്ന് പറയുമ്പോൾ ഒരാഴ്ച കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഈ ബിസിനസ്സാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ നമ്മളെ പുറംകാലം അടിച്ച് കളഞ്ഞ് പിന്നെ OTT വന്നിട്ട് ഗംഭീര പടം ഇതെന്തുകൊണ്ട് ആട്ടം, ഒരുപാട് ആളുകൾ എന്നെ വിളിച്ച് പറഞ്ഞു സോറി ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. എന്നിട്ട് അരമണിക്കൂർ 1 മണിക്കൂർ കഥ പറയും ആ സിനിമേനെ അപ്രീഷിയേറ്റ് ചെയ്ത്. അപ്പോൾ ആ ഒരവസ്ഥ പെരുമാനിക്ക് വരരുത്. പിന്നെ പെരുമാനി ആബ്സല്യൂട്ട് കമേഴ്ഷ്യൽ സോണിലുള്ള സിനിമയാണ്, നിങ്ങളെ എൻ്റർടൈൻ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. അപ്പോൾ പെരുമാനി തിയേറ്ററിൽ തന്നെ പോയി കാണുക, എൻജോയ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടും ഫാമിലിനോടൊക്കെ പറഞ്ഞിട്ട് കൂടുതൽ ആളുകളെ കാണിക്കുക, ഈ സിനിമ വിജയിപ്പിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക്സ്.